തൃശൂർ വാടാനപ്പള്ളിയിലെ കിറ്റ് വിവാദത്തിന് പിന്നാലെയുണ്ടായ സംഘർഷത്തിൽ കേസെടുത്തിരിക്കുന്നു പോലീസ്. അതേസമയം ജനപ്രാതിനിധ്യ നിയമപ്രകാരം അന്വേഷണം വേണോ എന്നതിൽ കോടതിയായിരിക്കും തീരുമാനമെടുക്കുക. ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കോടതി ഇന്ന് വാദം കേൾക്കും. വിഷയം പ്രചാരണായുധമാക്കുന്നു UDF-ഉം LDF-ഉം. ഒളരിക്ക് പുറമെ വാടാനപ്പള്ളിയിലും കിറ്റ് വിഷയം ഉയർന്നത് BJP പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ജേസൺ ചാമളപ്പിൽ വിവരങ്ങളുമായി. ജേസൺ, ആദ്യത്തെ കിറ്റ് വിതരണം ദൃശ്യങ്ങൾ സഹിതം ജേസൺ ആണ് കാര്യങ്ങൾ പുറത്തേക്ക് എത്തിച്ചത്. പിന്നീട് അത് രണ്ടിടത്ത് വീണ്ടും നമ്മൾ കിറ്റ് വിതരണത്തിന്റെ വിവരങ്ങൾ അറിയുകയാണ്. BJP പ്രതിരോധത്തിലാണ് എങ്കിലും പ്രതിരോധത്തിലല്ല എന്ന രൂപത്തിലുള്ള പ്രതികരണം നടത്തുന്നു. ഒരേ സമയം UDF-ഉം LDF-ഉം അത് ആയുധമാക്കുകയുമാണ്. എന്താണ് നമുക്ക് ഇതിൽ കിട്ടുന്ന പുതിയ വിവരങ്ങൾ ജേസൺ? എന്താണ് ഇക്കാര്യത്തിൽ BJP പറയുന്നത്? കോടതിയിലേക്ക് എത്തുകയാണല്ലോ കാര്യങ്ങൾ. സ്മൃതി, ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം, ഇത് ഇന്നലെ നടന്ന അക്രമ സംഭവങ്ങൾ സംബന്ധിച്ച് അത് ഏറ്റുമുട്ടൽ സംബന്ധിച്ചുള്ള പോലീസ് കേസെടുത്തിരിക്കുന്നത്. പക്ഷേ അത് ജനപ്രാതിനിധ്യ നിയമം ഉൾപ്പെടുത്തണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഒളരിയിൽ നടന്ന സ്ഥലത്ത് അവിടെ ഇത് വാങ്ങിക്കാൻ വന്നവരും കൊടുക്കാൻ നിന്നവരൊക്കെ മൊഴിയെടുക്കേണ്ട സ്ഥിതി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് വ്യക്തമായ തെളിവുകളുണ്ടായിരുന്നു. അത് കിറ്റ് വിതരണം ചെയ്യാൻ എത്തിയതാണെന്ന് വ്യക്തമായ തെളിവുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ നടന്ന സംഭവത്തിൽ അത്തരം ഒരു തെളിവില്ല. ദേവൻ ഉൾപ്പെടെയുള്ള BJPയുടെ നേതാക്കൾ ഗോഡൌണിലേക്ക് പോകുന്നതായി CCTV ദൃശ്യങ്ങളില്ല. വീട്ടിലേക്കാണ്, ഇതിന്റെ ഉടമയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തമായ തെളിവുകളില്ലാത്ത പശ്ചാത്തലത്തിൽ ഇപ്പോൾ കേസെടുക്കാൻ അനുമതി നൽകേണ്ടത് കോടതിയാണ്. അതുകൊണ്ട് തന്നെയാണ് അക്രമ സംഭവങ്ങളിൽ ഏറ്റുമുട്ടലിൽ FIR ഇടുകയും ജനപ്രാതിനിധ്യ നിയമം ഉൾപ്പെടുത്തണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ചാവക്കാട് കോടതി ഇന്ന് കേസ് പരിഗണിക്കുന്നു. ഇന്നലെ കോടതിയിലേക്ക് പോയിരുന്നു. പക്ഷേ ഇന്ന് ഓപ്പൺ കോടതിയിൽ കേസ് പരിഗണിക്കാമെന്ന് കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് നേരിട്ട് കിറ്റ് എടുത്ത് കൊടുക്കുക എന്നൊരു രീതി ഉണ്ടാകില്ലല്ലോ ജേസൺ. അത് അങ്ങനെ ഒരു തെളിവ് കിട്ടാനുള്ള സാധ്യതയും കുറവാണ്. ഈ സൂപ്പർ മാർക്കറ്റുകൾക്ക് BJPയുമായി ബന്ധമുണ്ടോ എന്ന പരിശോധനയും കൃത്യമായി പോലീസ് നടത്തിയിട്ടുണ്ടോ? സ്മൃതി, ഇക്കാര്യത്തിൽ നിയമപരമായും സാങ്കേതികമായും ഇത്തരം കാര്യങ്ങളിൽ കേസെടുക്കണമെങ്കിൽ വ്യക്തമായ തെളിവുകൾ അല്ലെങ്കിൽ സാഹചര്യ തെളിവുകളെല്ലാം വേണം. സ്വാഭാവികമായും ഇത് ഗോഡൌണിന്റെ മുകളിലാണ് ഈ വീട്, ഇതിന്റെ ഉടമസ്ഥ താമസിക്കുന്നത്. ആ വീടിനകത്തെ കയറി പോകുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് അവിടെ ഇന്നലെ പോലീസ് 3 രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ഒപ്പം നിർത്തിക്കൊണ്ട് പരിശോധിച്ചു. ഈ പശ്ചാത്തലത്തിൽ ഗോഡൌണിന്റെ സമീപത്തേക്ക് അവർ പോയിട്ടില്ല, ഗോഡൌണിനകത്തേക്ക് കടന്നിട്ടില്ല. ഗോഡൌണിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇത് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട അതിൽ നിർദ്ദേശം നൽകുന്നതിന് യാതൊരു ദൃശ്യങ്ങളില്ല. ഇപ്പോൾ നമുക്ക് KK അനീഷ് കുമാർ തന്നെ ചേരുകയാണ്. അല്ല, ഇത് പ്രതാപൻ ശരിക്കും പറഞ്ഞാൽ ശൂന്യതയിൽ നിന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കാപ്പട്ടികരനായിട്ടുള്ള രാഷ്ട്രീയക്കാരനാണ്. ഇന്നലെ സത്യത്തിലുണ്ടായത് ഒരു ശൂന്യതയിൽ നിന്ന് പ്രതാപൻ നാടകം കളിച്ച് ഒരു വിഷയം ഉണ്ടാക്കിയതാണ്. അവിടെ BJPക്ക് ഈ ഗോഡൌണിൽ ഇതിൻ്റെ ഉടമ കിറ്റ് നിറയ്ക്കുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് BJPക്ക് യാതൊരു ബന്ധവുമില്ല വിഷയത്തിൽ. ശ്രീ ദേവൻ ഇന്നലെ കാലത്ത് മുതൽ വൈകുന്നേരം വരെ ടൈറ്റ് ഷെഡ്യൂളാണ് ദേവന്. 12ഓളം കുടുംബയോഗങ്ങളാണ്. ആ കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ദേവൻ പോയിട്ടുള്ളത്. ഇതിൻ്റെ ഉടമ എന്ന് പറയുന്ന ആൾ SNDPയുടെ നേതാവാണ്. അവർ കീ ഓർഡറാണ്. അദ്ദേഹത്തെ സമ്പർക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വീട്ടിൽ പോയി. അതിലെന്താണ് നിയമപരമായിട്ട് തെറ്റ്? അദ്ദേഹത്തിന് 3-4 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ആ സൂപ്പർ മാർക്കറ്റിൽ വിതരണം ചെയ്യേണ്ട വസ്തുക്കൾ, വിൽക്കേണ്ട വസ്തുക്കൾ അദ്ദേഹത്തിന് ഗോഡൌണിൽ പാക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഗോഡൌണിൽ ഭക്ഷ്യവസ്തുക്കൾ പാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ദേവൻ അദ്ദേഹത്തിന് വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തെ സമ്പർക്കം ചെയ്യാൻ പാടില്ല. അതിലെന്താണ് നിയമവിരുദ്ധമായിട്ടുള്ളത്? ഏതെങ്കിലും ഒരു BJP പ്രവർത്തകർ ഒരു കിറ്റ് ആർക്കെങ്കിലും കൊടുത്ത് വോട്ട് സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ വിഷയം മുഴുവൻ ഞങ്ങൾ ഏറ്റെടുക്കാം. ഞങ്ങൾ ചെയ്തു എന്ന് ഞങ്ങൾക്ക് പറയാം. ഏതെങ്കിലും ഒരു വോട്ടർക്ക്, ഏതെങ്കിലും ഒരു വീട്ടുകാരന് ഒരു സിംഗിൾ കിറ്റ് BJP കൊടുത്തു എന്ന് പറയാൻ തെളിവുണ്ടോ? അല്ലെങ്കിൽ BJP ഈ പറയുന്ന വ്യാപാരിയുടെ കയ്യിൽ നിന്ന് ഒരു കിറ്റ് ഞങ്ങൾ ഏറ്റുവാങ്ങി, ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഒരു കിറ്റ് എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഇത് അദ്ദേഹത്തിന്റെ ഗോഡൌണിൽ ലൈസൻസ് ഉള്ള കച്ചവടക്കാരൻ അദ്ദേഹത്തിന്റെ ഗോഡൌണിൽ വിഷുവിന് കിറ്റ് തയ്യാറാക്കുന്നു. വിഷു 15-ാം തീയതിയാണ്, ഇലക്ഷൻ 9-ാം തീയതിയാണ്. ഈ 15-ാം തീയതിയുള്ള വിഷുവിന് കിറ്റ് ആരെങ്കിലും ഓർഡർ ചെയ്താൽ ആ കിറ്റ് അയാള് ഗോഡൌണിൽ തയ്യാറാക്കാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കില്ലേ? അതിനുള്ള ലൈസൻസ് അയാൾക്കില്ലേ? അതെന്താണ് നിയമവിരുദ്ധമായിട്ടുള്ളത്? ഒരു വ്യാപാരിക്ക് കച്ചവടം നടത്താൻ പോലും പാടില്ല ഈ നാട്ടിൽ ഇലക്ഷൻ ഉണ്ടെന്ന്. ഇത് പ്രതാപന്റെ വെറും നാടാണ്, പൊറാട്ട് നാടകമാണ് പ്രതാപന്റെ. ഇത് ജനങ്ങൾ തിരിച്ചറിയണം. ഈ മണലൂർ മണ്ഡലത്തില് പ്രതാപൻ 7 നിലയിൽ പൊട്ടുമെന്നുള്ള കാര്യം വളരെ വ്യക്തമായി കഴിഞ്ഞു. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതാപൻ ഉണ്ടാക്കിയിട്ടുള്ള നാണം കെട്ട രാഷ്ട്രീയമാണ്. ഇതൊക്കെ കോളേജ് കുട്ടികൾ പോലും, കോളേജ് രാഷ്ട്രീയത്തിൽ പോലും കാണിക്കാത്ത തറ ഇടപാടുകളാണ്.
സ്ഥാനാർത്ഥികളൊക്കെ അതിൻ്റെ നിലവാരം കാണിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കണം. ഇപ്പം ഞാനൊരു സ്ഥാനാർത്ഥിയാണ്, ഞങ്ങളൊക്കെ വീട് വിടാൻ്റെ കയറി വോട്ട് പിടിക്കുക, അതിൻ്റെ പ്രചാരണങ്ങളായിട്ട് നടക്കുകയാണ്. ഇതല്ല കുറേ തീവ്രവാദികളെയും കൂട്ടി വന്ന്, കുറേ കൊലക്കേസ് പ്രതികളെയും കൂട്ടി വന്ന് ദേവനെ പോലുള്ള ഇത്രയും മാന്യനായിട്ടുള്ളൊരു വ്യക്തിയെ തടഞ്ഞു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ ചെയ്യുക? ഇതാണ് ഒരു സ്ഥാനാർത്ഥി ചെയ്യേണ്ട കാര്യമാണോ അതൊക്കെ? അപ്പോൾ എങ്ങനെയെങ്കിലും BJP സ്ഥാനാർത്ഥി അനീഷ് കുമാറിന്റെ പ്രതികരണമാണ് കണ്ടത്. ഇത് TN പ്രതാപന്റെ ഗൂഢാലോചന എന്നുള്ളതാണ് വാദം.